വ്യത്യസ്തമായ സംസാര ശൈലിയിലൂടെ യൂട്യൂബ് എന്ന് പറയുന്ന മഹാവേദിയിലേക്ക് കഷ്ടപ്പാടിന്റെ നീരൊതുക്കിൽ വിമർശനങ്ങളുടെ നീരൊതുക്കിൽ ഒരു വ്യക്തി കടന്നു വന്ന അന്നു മുതൽ ഇന്ന് വരെ തനിക്ക് വീഡിയോ എടുത്തു തരാൻ പോലും ആരും ഉണ്ടായിരുന്നില്ല. താൻ വീഡിയോ എടുക്കാൻ പോലും ആരും ഉണ്ടായില്ല. അനിയനെ വിളിക്കുമ്പോൾ അനിയൻ പറയുമായിരുന്നു, എനിക്ക് PUBG കളിക്കണം, നിനക്ക് വേറെ പണിയൊന്നുമില്ലടാ എന്ന്. അതൊന്നും കാര്യമാക്കാണ്ടേ, തൻ്റെ കൂട്ടുകാർ പോലും ഒന്നിനും വരാണ്ടേ അതൊന്നും കാര്യമാക്കാണ്ടേ കഷ്ടപ്പെട്ടുകൊണ്ടേയിരുന്നു. ഈ ഒരു കൊച്ചു പയ്യൻ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു പാഠമുണ്ട്. കഷ്ടപ്പെടും, നമുക്ക് എന്തും കിട്ടും. കഷ്ടപ്പാടിന് നീരൊഴുക്കിലാണ് നമുക്ക് ഓരോ നിൽക്കുന്നത്. ഒന്നുമില്ല പറഞ്ഞ് നമ്മൾ വിഷമിക്കരുതായിരുന്നു. ഒരു ഫോൺ ഉണ്ടെങ്കിൽ വരും, നമുക്ക് യൂട്യൂബിൽ കിടക്കാം. നല്ലൊരു ക്യാമറ വേണമെന്നൊന്നുമില്ലാണ്ട് ഒരു ഫോണിൽ തന്നെ വീഡിയോ എഡിറ്റ് ചെയ്തും ഷൂട്ട് ചെയ്തും എല്ലാം ഉണ്ടായിരുന്നു. ഇന്ന് ആ അനിയൻ്റെ നാവിൽ തന്നെ, ഏട്ടാ നമുക്ക് വീഡിയോ എടുക്കണ്ടേ, വീഡിയോ എടുത്ത് ഷൂട്ട് ഒന്നുമില്ലേ ചോദിപ്പിച്ച ഈ പുലിക്കുട്ടി തൻ്റെ സാറിൻ്റെ പിറന്നാളിന് തൻ്റെ കോളേജിൽ പോയി സർപ്രൈസ് കൊടുത്ത് തൻ്റെ സാറിനെ എത്തിപ്പിച്ച് ഒരു വ്ളോഗാക്കി തൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി അണിയരിച്ച് തൻ്റെ ടിക്ടോക്ക് വീഡിയോസ് ആരും റോസ്റ്റ് ചെയ്യണ്ട, ഞാൻ തന്നെ റോസ്റ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ടിക്ടോക്ക് വീഡിയോ താൻ തന്നെ റോസ്റ്റ് ചെയ്ത് പുലിക്കുട്ടി. ഈ കൊച്ചു പയ്യന് ഈ പുലിക്കുട്ടി ഇത്രമാത്രമേ പറയുള്ളൂ. കഷ്ടപ്പെടും, നമുക്കെല്ലാം കിട്ടും. കഷ്ടപ്പാട് നീരൊഴുക്കിലാണ് നമ്മളെല്ലാവരും. വിമർശനമുള്ള കുത്തൊഴുക്കിലും നമ്മളെ കൈവിടാതെ ദൈവം നമ്മളെ കാക്കും. നിങ്ങൾ കഷ്ടപ്പെടുകൊണ്ടേയിരിക്കും, നിങ്ങൾ പരിശ്രമിക്കൂ. പരിശ്രമത്തിൻ്റെ വിജയമാണ് ഇന്നും എൻ്റെ ചാനൽ 2 ലക്ഷത്തേക്ക് അടുക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പുലിക്കുട്ടിയുടെ ചാനൽ 2 ലക്ഷത്തേക്ക് അടുക്കുമ്പോൾ ഞാനും ഒരു സബ്സ്ക്രൈബറാണ്. 2 ലക്ഷത്തേക്ക് അടുക്കാൻ ഇനി അധികം സമയം വേണ്ട. അതിന് ഞങ്ങൾ 1.75 ലക്ഷം പേരും ഞങ്ങളും പ്രാർത്ഥിക്കും. കാരണം നിനക്ക് അതിനുള്ള കഴിവുണ്ട്. ഇനി 200K മാത്രമല്ല, ഒരുപാട് മില്യണിലും നിനക്കെത്താനുള്ള കഴിവുണ്ട്. വ്യത്യസ്തമായ സംസാര ശൈലി നിൻ്റെ കയ്യിലുണ്ട്. നിനക്ക് മലയാളിക്കാരെ അടക്കി വാഴാൻ പറ്റും. അർജുൻ റാക്ക്, ലവ് യു ഓൾ.